KGF-ന്റെ കട്ടൊക്കെ കാണിച്ചിട്ട് എന്താ ചെയ്യാനാ ഒരു വായിക്കാൻ കൊള്ളത്തില്ല. തൂക്കി ഏട്ടനും അനിയും കൂടെ തൂക്കി. അപ്പാപ്പയുടെ രണ്ടാം ഭാഗമുണ്ട്, അത് മോഹൻലാൽ തകർത്ത് വാഴുന്നത് നല്ല ഉറപ്പുണ്ട്. ഭയങ്കര ദിലീപിന്റെ ഈ ഇടയ്ക്കുള്ള ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ്. ഇത്രയും എനർജറ്റിക് ആയിട്ട് ഇടയ്ക്ക് കണ്ടില്ല. കത്തിച്ച് പോടാം, പറയാൻ പറ്റില്ല, കത്തിച്ച് കടം കാണാൻ. അതൊന്നുമല്ല, കണ്ടു നോക്കും നിങ്ങൾ, അപ്പൊ മനസ്സിലാവും. അടിപൊളി പടം, ഒരു രക്ഷയില്ല. ഏട്ടനും അനിയനും തൂക്കിയിട്ടുണ്ട്, സൂപ്പർ ഹിറ്റ് പടം. അത് പാട്ടായാലും അടിയായാലും എല്ലാം. നമ്മുടെ വിജയനെ കുറിച്ചൊക്കെ എടുത്തല്ല പറഞ്ഞിട്ടുണ്ട്. ആ ജിപ്സി വരെ അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ലില്ലി രണ്ടാം ഭാഗമുണ്ട്, അതാണ് ഇതിനേക്കാൾ വലിയ സെക്കൻഡ് ഹാഫ് ലാലേട്ടൻ വരുന്നതോടുകൂടി അടിച്ചിരി ആയിക്കൊണ്ട് ഇത്രേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നുമില്ല, കണ്ടിരിക്കാൻ അത്രേ ഉള്ളൂ. അല്ലാതെ എടുത്തു പറയാൻ വേണ്ടിയിട്ട് വലിയ ഒന്നുമില്ല. വല്ലാണ്ട് ഇൻട്രോ എന്നൊക്കെ പറഞ്ഞ തിയേറ്റർ മറ്റേ അന്ന് ലിജോ ജോസിന്റെ പടത്തിൽ കുലുങ്ങെന്ന് പറഞ്ഞു ലിറ്ററൽ തിയേറ്റർ കുലുങ്ങി. പിന്നെ ലോജിക്കൊന്നും നോക്കിയല്ലെന്ന് പ്രൊഡ്യൂസർ ഡയറക്ടർ പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ നോക്കല്ലേ, ലോജിക്കൊന്നും നോക്കണം. മറ്റേ ഗുഡ് ബാഡ് അഗ്ലി പക്ഷേ അതിനേക്കാൾ വേറെ ലെവലിലെ പടം എടുത്ത് വെച്ചേക്കുന്നത് മേക്കിംഗ് വൈസും. ഗോപി സുന്ദർ എനിക്ക് തോന്നുന്നു സ്വന്തമായിട്ട് ഒറിജിനൽ സ്കോർ ചെയ്ത ഈ പടത്തിലാണെന്ന് തോന്നുന്നു. വെറുതെ സൗണ്ടും തലയും വെറും തല്ലിപ്പൊളി പടം, വെറും തല്ലിപ്പൊളി. ഒന്നുമില്ല പടത്തിലൊന്നുമില്ല. ഷാൻമാർ റഹ്മാൻ മോഹൻലാലിനെയൊക്കെ കൊണ്ടുവന്ന് ചുമ്മാ അയാളെ വെറുതെ കോമാളി വേഷം കെട്ടിച്ച് ഈ പടത്തിൽ ഒന്നുമില്ല. ആദ്യം ഇൻട്രോയിൽ വരെ കുറേ സീരിയൽ പോലെ ചാത്ത അഭിഞ്ഞ പടം ഒട്ടും കൊള്ളത്തില്ലടാ, ഒരു വായിക്കും കൊള്ളത്തില്ല. ഇന്നത്തെ കുറേ ചുമ്മാ തമിഴ് സിനിമയുടെ കുറേ ഗിമ്മിക്സ് ഇട്ടിട്ട് നല്ല വൈബ് പടമായിരുന്നു. എല്ലാം കൊണ്ട് നല്ല അതിനാട്ടായിരുന്നു. ദിലീപ്, മോഹൻലാൽ എല്ലാം കൊണ്ട് അതല്ല മൊത്തത്തിൽ കൊള്ളാം. അവർ പറഞ്ഞ കണക്ക് തന്നെ ലോജിക്കൽ ഓൺലി മാഡ്നസ് വെച്ച് നല്ല എന്റർടൈൻ ചെയ്ത് നല്ലപോലെ വൈബ് അടിച്ച് കണ്ടൊരു പടമായിരുന്നു. എല്ലാം കൊണ്ട് കിട്ടില്ലായിരുന്നു. മോഹൻലാലും ദിലീപും നല്ലപോലെ അഴിഞ്ഞാടി പടമായിരുന്നു. എല്ലാവരും അഴിഞ്ഞാടി പടമായിരുന്നു. മസ്റ്റ് വാച്ച്. ഒന്നുമില്ല. മോഹൻലാലിനൊക്കെ ചുമ്മാ നമ്മൾ ലാലേട്ടൻ്റെ ഒക്കെ എത്ര നല്ല പടങ്ങൾ കണ്ട്, അയാൾക്ക് ഇതിനകത്ത് വന്ന് അഭിനയിക്കേണ്ട ഒരു കാര്യമില്ല. വെറും തല്ലിപ്പൊളി പടം, ഒന്നുമില്ല പടത്തിനകത്ത് പ്രത്യേകിച്ച്. അത് നിരോധനം അങ്ങനെ പ്രശ്നമൊന്നും ഉള്ളതുകൊണ്ടല്ല, പ്രശ്നം ഉണ്ടെന്നൊന്നുമല്ല. പിന്നെ ഇതിപ്പോൾ ആർക്കാണ്ടേ വേണ്ടി ആരേണ്ട കുത്താൻ വേണ്ടി എടുത്തിരിക്കുന്നതല്ലേ തോന്നുന്ന സർക്കാരെ. ഒന്നുമില്ല, വെറും തല്ലിപ്പൊളി പടം. ദിലീപിൻ്റെ എനിക്ക് തോന്നുന്ന ആ പ്രിൻസ് ആൻഡ് ഫാമിലിയൊക്കെ എന്ത് നല്ല പടമായിരുന്നു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ. വെറും തല്ലിപ്പൊളി പടം.